എയിം ക്ലബ് ന്യൂസിലാൻഡും റേഡിയോ ലെമൺ ന്യൂസിലാൻഡും സംയുക്തമായി സംഘടിപ്പിച്ച മെഗാ ഡാൻസ് സിനിമാറ്റിക് ഡാൻസ് 2025 മത്സരത്തിൽ ടൈറ്റിൽ വിന്നറായി ഹാമിൽട്ടണിൽ നിന്നുള്ള D4 ഡാൻസ് ഡ്രീമേഴ്സ് ടീം. എയിം ക്ലബും റേഡിയോ ലെമൺ ന്യൂസിലാൻഡും സംയുക്തമായി ന്യൂസിലാൻഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി മെഗാ ഡാൻസ് സിനിമാറ്റിക് ഡാൻസ് മത്സരം ഓക്ലാൻഡിലെ ബ്ലോക്ക് ഹൌസ് ബേ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. 15 മുതിർന്ന ടീമുകളും 10 കിഡ്സ് ടീമുകളും പങ്കെടുത്ത വാശിയേറിയ മത്സരത്തിൽ ടൈറ്റിൽ വിന്നറായത് ഹാമിൽട്ടണിൽ നിന്നുള്ള D4 ഡാൻസ് ഡ്രീമേഴ്സ് ടീമായിരുന്നു. മാസങ്ങളോളം ചിട്ടയായ പരിശീലനത്തിന്റെയും കഠിനമായ പ്രയത്നത്തിന്റെയും ഫലമായാണ് വിജയിക്കാൻ സാധിച്ചതെന്ന് ടീം ലീഡറായ അങ്കമാലി സ്വദേശി അരുൺ തമ്പി അഭിപ്രായപ്പെട്ടു. അരുൺ തമ്പി ന്യൂസിലാൻഡിലെ ഹാമിൽട്ടണിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുകയാണ്. തന്റെ ജോലിയുടെ ഒഴിവു സമയങ്ങളിൽ ഡാൻസിനായി സമയം കണ്ടെത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ട്രെയിൻഡ് ക്ലാസിക്കൽ ഡാൻസേഴ്സായ ആര്യ നാരായണന്റെയും ഫെബി ജോസിന്റെയും സാന്നിധ്യം D4 ഡാൻസിലുണ്ട്. ടീമിന്റെ കോസ്റ്റ്യൂം തയ്യാറാക്കിയത് അജയ് നർത്തകി കാസർഗോഡാണ്. മേക്കപ്പ് ചെയ്തത് ഡോണ ജിജോയും പവനിയും ചേർന്നാണ്. ഹലോ, എൻ്റെ പേര് അരുൺ. ഞാൻ ഹാമിൽട്ടണിൽ നിന്നാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, റീസെൻ്റ്ലി റേഡിയോ ലെമൺ ലൈവ് ആൻഡ് എയിം ക്ലബ് ഓർഗനൈസ് ചെയ്ത ഡാൻസ് സിനിമാറ്റിക് കോമ്പറ്റീഷൻ 2025 ഒരു ടൈറ്റിൽ വിന്നറാണ് D4 ഡാൻസ് ഡ്രീമേഴ്സ്. എനിക്ക് എല്ലാവരോടും ഒരുപാട് നന്ദി പറയാനുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ പേരെടുത്ത് മെൻഷൻ ചെയ്താൽ മാത്രം പോരാ. നമ്മുടെ സ്പോൺസറായ ഷിജു രാജപ്പൻ, ടോട്ടൽ അഷൂറൻസ് ഹാമിൽട്ടൺ, പിന്നെ നമുക്ക് മ്യൂസിക് എല്ലാം റെഡിയാക്കി മിക്സിംഗ് കറക്റ്റായിട്ട് തന്ന ഷെൽസ് മീഡിയ, പിന്നെ പേരൻസ്, നമ്മുടെ കൂടെ നിന്ന എല്ലാ ഡാൻസേഴ്സിന്റെ പേരൻസിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അവരുടെയൊക്കെ എഫേർട്ടൊന്നും പറഞ്ഞാൽ തീരില്ല. പിന്നെ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഡാൻസ് ഗ്രൂപ്പാണ് ഹാമിൽട്ടണിലെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്കൊക്കെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ആർ മോസ്റ്റ് വെൽക്കം. ഞങ്ങളായി ബന്ധപ്പെടുക. പിന്നെ ഈ ഒരു വിജയത്തിന്റെ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങൾ ഉണ്ട്. ഫാമിലി, പിന്നെ ഓരോ ഡാൻസേഴ്സിന്റെ എഫേർട്ടും അവരുടെ ടൈമും എല്ലാം വിലപ്പെട്ടത് തന്നെയാണ്. അവരുടെ തീവ്രമായ പരിശ്രമമാണ് ഈ വിജയത്തിന്റെ പിന്നിൽ. അതിലൊരുപാട് ഞാൻ സന്തോഷിക്കുന്നു. ഓരോ പേരൻസിന്റെയും കോൺട്രിബ്യൂട്ടേഷൻ അതുപോലെ വലുതായിരുന്നു. പിന്നെ ഈ ഡാൻസ് ഒന്ന് കമ്പോസ് ചെയ്തെടുക്കാൻ വേണ്ടി സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ട്. ക്ലാസിക്കല്, ഫോക്ക്, സിനിമാറ്റിക്, അങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് ഫോംസ് ഓഫ് ഡാൻസും അറിയാവുന്ന ഡാൻസേഴ്സ് ആസ് വെൽ ആസ് ട്രെയിനേഴ്സ് കൂടി നമുക്കുണ്ട്. അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ വിജയം ഞങ്ങൾക്ക് കിട്ടിയത്. ആര്യ നാരായണൻ, ഷീ ഈസ് എ ക്ലാസിക്കൽ ഡാൻസർ. ഫെബി ബോസ്, ഷീ ഈസ് എ ക്ലാസിക്കൽ ഡാൻസർ ആസ് വെൽ ആസ് ദ സിനിമാറ്റിക്. ഇവരെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഒരുപാടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടമായിട്ടുള്ളൊരു പ്രയത്നമാണ് ഞങ്ങൾക്ക് ഈ വിജയം തന്നത്. അപ്പോൾ മോസ്റ്റ് വെൽക്കം ടു അവർ ഗ്രൂപ്പ്. ഇഫ് എനിബഡി വാണ്ട്സ് ടു ജോയിൻ, വി ആർ വെരി ഹാപ്പി ടു accommodate you for the further shows and stay tuned for more shows. ന്യൂസിലാൻഡിൽ നിരവധി വ്യത്യസ്ത വേദികളിൽ ഇതിനകം പെർഫോം ചെയ്തിട്ടുമുണ്ട്. ഇനിയും ഒത്തിരി മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള പരിശ്രമത്തിനാണ് D4 ഡാൻസ് ഡ്രീമേഴ്സ് ടീം. ടീമിന്റെ സ്പോൺസർ ഹാമിൽട്ടണിലെ ടോട്ടൽ അഷുറൻസ് ഷിജു രാജപ്പനാണ്.
ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളി കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.